നമസ്കാരം. ബേസിക് മാത്സിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കൂടുതൽ ക്രിയകളെക്കുറിച്ചാണ് പഠിക്കുന്നത്. അടിസ്ഥാന ക്രിയകളായ സങ്കലനം, വ്യവകലനം, ഗുണനം, ഹരണം എന്നിവയ്ക്ക് പുറമേയുള്ള മറ്റ് ചില ക്രിയകളിൽ ഇന്ന് നാം പഠിക്കുന്നത് കൃത്യംഗങ്ങളെക്കുറിച്ചാണ്. കൃത്യംഗങ്ങൾ എക്സ്പോണൻസ് എന്ന് പറയും ഇംഗ്ലീഷിൽ. ഉദാഹരണത്തിന് 2 ഘാതം 3, 2 കൃത്യംഗം 3, 2 പവർ 3, 2 റേസ്റ്റ് ടു 3 ഇങ്ങനെയൊക്കെ നമ്മളിതിന് പറയും. ഇതിൻ്റെ മീനിങ് 2 × 2 × 2 എന്നാണ്. 2 3 പ്രാവശ്യം ഗുണിച്ചാൽ കിട്ടുന്നതാണ് 2 റേസ്റ്റ് 3. ഇതിൻ്റെ ആൻസർ 8 ആണ്. അപ്പോൾ കൃത്യംഗമായിട്ട് ബന്ധപ്പെട്ട ചില നിയമങ്ങളാണ് ഇവിടെ പറയുന്നത്. അതിൽ ഒന്നാമത്തെ നിയമം x raised to m × x raised to n സമം x raised to m plus n ആണ്. അപ്പോൾ 2 raised to 3 × 2 raised to 2 എന്ന് പറഞ്ഞാൽ 2 × 2 × 2 ഇത് 3 തവണ ഇൻറ്റു 2 × 2 2 × 2 2 തവണ 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2 × 2. അപ്പോൾ 2 എത്ര തവണ വന്നു? 2 1 2 3 4 5. അപ്പോൾ 2 raised to 5. ഇത് നമ്മൾ 2 raised to 3 × 2 raised to 2 സമം 2 raised to 3 + 2 സമം 2 raised to 5 എന്നതിന് തുല്യമാണ്. 3ഉം 2ഉം കൂടി കൂട്ടിയത് 3 + 5. ഇതിനാണ് x raised to m × x raised to n സമം x raised to m plus n എന്ന് പറയുന്നത്. അപ്പോൾ ഈ എക്സിൻ്റെ പവർ എമ്മും ഈ എക്സിൻ്റെ പവർ n. ഈ എക്സ് എന്ന് പറയുന്ന പേര് ബേസ് എന്ന് പറയും. ബേസ് ഒരേ ബേസ് ആയിരിക്കണം. ഒരേ ബേസ് ആണെങ്കിൽ പവർ 2ഉം കൂടി കൂട്ടിയാൽ മതി, അല്ലെങ്കിൽ എക്സ്പോണൻസ് 2ഉം കൂടി കൂട്ടിയാൽ മതി. ബേസ് 2 ഒരുപോലെയാണെങ്കിൽ എക്സ് 2 ആണെങ്കിൽ 2 2 3 ആണെങ്കിൽ 3 3 അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പവർ തമ്മിൽ കൂട്ടിയാൽ മതി. ഒരേ ബേസുള്ള 2 കൃത്യംഗങ്ങൾ തമ്മിൽ ഗുണിക്കുമ്പോൾ അവയുടെ അതേ ബേസ് ഇട്ടിട്ട് പവർ തമ്മിൽ കൂട്ടിയാൽ മതി. x raised to m × x raised to n സമം x raised to m plus n. ഇതാണ് ഒരു റൂൾ. രണ്ടാമത്തെ റൂളാണ് x raised to m divided by x raised to n is equal to x raised to m divided by x raised to n is equal to x raised to m minus n, x raised to m minus n. അപ്പോൾ ഉദാഹരണത്തിന് 5 raised to 3 divided by 5 raised to 2 equal to 5 raised to 3 minus 2 equal to 5 raised to 1 എന്ന് കിട്ടും. അതായത് 5 raised to 3 means 5 × 5 × 5 divided by 5 square means 5 × 5. ഇപ്പോൾ 2 5 ക്യാൻസലായി, പിന്നെ ഒരു 5 മാത്രം അവിടെ ബാക്കി എന്ന് പറഞ്ഞാൽ ഒരു 5 raised to 1 ആയി. അപ്പോൾ x raised to m minus x raised to n is equal to x raised to m minus n എന്നുള്ള ഒരു കൃത്യംഗ നിയമം നമുക്ക് കിട്ടി. എക്സ്പൊണൻഷ്യൽ റൂൾ കിട്ടി. ഇത് രണ്ടാമത്തെ റൂളാണ്. ഇനി മൂന്നാമത്തെ റൂളാണ് x raised to m whole raised to n is equal to x raised to m plus n. Sorry, x raised to m into n, mn. 5 raised to 3 whole raised to 2 means 5 raised to 3 5 × 5 × 5 into whole square means into again 5 × 5 × 5. Therefore 5 raised to 1 2 3 4 5 6 5 raised to 6 വന്നു. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഈ 3 2ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അത് x raised to m × x raised to n is equal to x raised to mn ആയി മാറി. അപ്പോൾ ഇതുവരെ നമ്മൾ പഠിച്ച 3 എണ്ണമായി. ഒന്ന് x raised to m × x raised to n is equal to x raised to m plus n പഠിച്ചു. ഇതൊന്ന്. രണ്ടാമത്തേത് x raised to m divided by x raised to n equal to x raised to m minus n ആയി. ഇപ്പോൾ പഠിച്ചത് x raised to m whole raised to n is equal to x raised to mn. ഈ 2 ബേസ് ഉണ്ടെങ്കിൽ ഇപ്പോൾ a into b whole raised to m is equal to a raised to m into b raised to m എഴുതാം. b raised to m എഴുതാം. x into y whole raised to m is equal to x raised to m into y raised to m എഴുതാം. ഉദാഹരണത്തിന് 4 × 5 ഹോൾ സ്ക്വയർ is equal to 4 സ്ക്വയർ × 5 സ്ക്വയർ എന്ന് എഴുതാം. അപ്പോൾ 4 സ്ക്വയർ 16 × 25 എന്ന് എഴുതാം. 16 × 25 400 എന്ന് നമുക്ക് ആൻസർ ചെയ്താൽ വേണ്ടി പറ്റും. അപ്പോൾ അല്ലെങ്കിൽ ഇതിനെ രണ്ടാക്കിയിട്ട് എഴുതിയാലോ 20 സ്ക്വയർ 4 × 5 20 സ്ക്വയർ 20 സ്ക്വയർ 400 ആൻസർ വരും. അപ്പോൾ ഇത് രണ്ടാക്കിയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ റൂള് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. x × y രണ്ടെണ്ണം വന്നു കഴിഞ്ഞാൽ അതിന് രണ്ടിനും
സ്പ്ലിറ്റ് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ പവർ ഇട്ട് കൊടുക്കാൻ വേണ്ടി കഴിയും. എക്സ് വൈ ഹോൾ റേസ് ടു എം ഇസ് ഈക്വൽ ടു എക്സ് റേസ് ടു എം ഇൻറ്റു എക്സ് റേസ് ടു എന്ന് പറയാൻ വേണ്ടി പറ്റും. ഇനി ഇതിനകത്തുള്ള 2-3 കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുക. ഒന്ന്, ഇപ്പോൾ nth റൂട്ട് ഓഫ് എക്സ്, റൂട്ടിൻ്റെ nth റൂട്ട് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് റേസ് ടു 1/n ഉള്ള ഒരു ഡെഫിനിഷനാണ്. ഇതൊരു ഡെഫിനിഷനാണ് nth റൂട്ട് എക്സിൻ്റെ ഡെഫിനിഷൻ. ഈ റൂട്ട് എക്സ്, സ്ക്വയർ റൂട്ട് എക്സ്, ക്യൂ റൂട്ട് എക്സ് അങ്ങനെ പറയുന്നതിനാണ് nth റൂട്ട് എക്സ് എന്ന് പറയുന്നത്. nth റൂട്ട് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് റേസ് ടു 1/n എന്ന് പറയും. ഫോർ എക്സാമ്പിൾ 64നെ റൂട്ട് 64 റേസ് ടു 1/2 എന്ന് എഴുതാം. 64 റേസ് ടു 1/2 എന്ന് എഴുതാം. അപ്പോൾ ഇത് എങ്ങനെയാണ് പ്രൂവ് ചെയ്യുന്നത് വെച്ചാൽ 64നെ നമുക്ക് എന്ത് ചെയ്താം, റൂട്ട് 8² എന്ന് എഴുതാം. 8²നെ റൂട്ട് 8² 64 എഴുതാം. അതിനെ 8² ഹോൾ റേസ് ടു 1/2 എന്ന് എഴുതിയാൽ 8 ഇൻറ്റു 2 ഇൻറ്റു 1 റേസ് ടു 2 ഇൻറ്റു 1/2 വരും. ഈ 2 2 ക്യാൻസലായ ആൻസർ 8 കിട്ടും. അപ്പോൾ ഇതിന് ഈക്വലാണ്, ഇത് നമുക്ക് മനസ്സിലായി. അപ്പോൾ റൂട്ട് 8²നെ 8² ഹോൾ റേസ് ടു 1/2 ഉണ്ട്. അപ്പോൾ റൂട്ട് 64നെ 64 റേസ് ടു 1/2 എന്ന് എഴുതാം. അപ്പോൾ എക്സ് റേസ് nth റൂട്ട് എക്സ് ആണെങ്കിൽ, ഇനി ക്യൂബ് റൂട്ട് ആണെങ്കിലോ, ക്യൂബ് റൂട്ടിൻ്റെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ക്യൂബ് റൂട്ട് ഓഫ് 8 ഇതിനെ 8 റേസ് ടു 1/3 എന്ന് എഴുതാം. എന്തുകൊണ്ട് അങ്ങനെ എഴുതാൻ പറ്റുന്നത്? ക്യൂബ് റൂട്ട് ഓഫ് 8 എന്ന് പറഞ്ഞാൽ 2 റേസ് ടു 3 ആണ്. അപ്പോൾ ഇതിനെ 2 റേസ് ടു 3 ഹോൾ റേസ് ടു 1/3 എന്ന് എഴുതിയാൽ 2 റേസ് ടു 3 ഇൻറ്റു 1/3 എഴുതാം. ഈ 3യും 3യും ക്യാൻസൽ ആയതിൽ 2 ആണ് ആൻസർ കിട്ടുക. അപ്പോൾ ക്യൂബ് റൂട്ട് ഓഫ് 8 2 ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ക്യൂബ് റൂട്ട് ഓഫ് 8നെ 8 റേസ് ടു 1/3 എഴുതുന്നതിൽ തെറ്റില്ല. അതുകൊണ്ട് ഇത് പുതിയൊരു റൂളായിട്ട് നമുക്ക് പറയാം. nth റൂട്ട് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് റേസ് ടു 1/n എന്ന് പറയാം. nth റൂട്ട് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് റേസ് ടു 1/n എന്ന് പറയാം. ഇതാണ് പുതിയ ഒരു കൃത്യങ്ക നിയമം, എക്സ്പൊണൻഷ്യൽ റൂള്. മറ്റൊന്ന്, എക്സ് റേസ് ടു നെഗറ്റീവ് എമ്മിനെ 1/x റേസ് ടു m എന്ന് പറയാൻ വേണ്ടി കഴിയും. 1/x റേസ് ടു m എന്ന് പറയാൻ കഴിയും. എക്സ് റേസ് ടു നെഗറ്റീവ് എം കൃത്യങ്ക നെഗറ്റീവ് ആണെങ്കിൽ അതിൻ്റെ ഡെഫിനിഷൻ 1/x റേസ് ടു m എന്നാണ്. ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ എക്സ് റേസ് ടു m മൈനസ് എക്സ് റേസ് ടു m ഡിവൈഡ് ബൈ എക്സ് റേസ് ടു n ഈസ് ഈക്വൽ ടു എക്സ് റേസ് ടു m മൈനസ് n ആണെന്ന് പറഞ്ഞു. അതുപ്രകാരം ഉദാഹരണത്തിന് 2 റേസ് ടു 5 2 റേസ് ടു 3 ഡിവൈഡ് ബൈ 2 റേസ് ടു 5 ആണെന്ന് കരുതുക. അപ്പോൾ 2 ഇൻറ്റു 2 ഡിവൈഡ് ബൈ 2 ഇൻറ്റു 5 ടൈംസ് 2 5 ടൈംസ്. അപ്പോൾ ഇവിടെ 2 കൊണ്ട് സിംപ്ലിഫൈ ചെയ്താൽ ഇവിടെ 1 2 ഇവിടെ 1 2 1 2 1 2 1 2 1 2. അപ്പോൾ ഡിനോമിനേറ്റർ എന്തായി? 1/2² ആയി. അപ്പോൾ ഇത് നേരത്തെ ഇത് പ്രകാരം ചെയ്ത് കഴിഞ്ഞാൽ 2 റേസ് ടു 3 ഡിവൈഡ് ബൈ 2 റേസ് ടു 5 ഈസ് ഈക്വൽ ടു 2 റേസ് ടു -2 ആണ് വരിക. 3 - 5 ഈസ് ഈക്വൽ ടു 2 റേസ് ടു -2. അപ്പോൾ 2 റേസ് ടു -2 എന്ന് പറഞ്ഞാൽ 1/2² ആണ്. 2 റേസ് ടു -2 3 - 5 മീൻസ് 2 റേസ് ടു -2 എന്ന്. 2 റേസ് ടു -2 ഈസ് ഈക്വൽ ടു 1/2² എന്ന് പറയാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് പവർ നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് 1/x റേസ് ടു m ആണ്. എക്സിൻ്റെ പവർ നെഗറ്റീവ് m ആയാൽ 1/x റേസ് ടു m ആണ് അതിൻ്റെ മീനിങ്. അപ്പോൾ അതും ഒരു എക്സ്പൊണൻഷ്യൽ റൂളായിട്ട് പറയാം. എക്സ് റേസ് ടു നെഗറ്റീവ് m ഈസ് ഈക്വൽ ടു 1/x റേസ് ടു m എന്നുള്ള ഒരു ഡെഫിനിഷനായിട്ട് വേണമെങ്കിൽ അതിനെ പറയാൻ വേണ്ടി പറ്റും. മറ്റൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം, എക്സ് റേസ് ടു 0 ഈസ് ഈക്വൽ ടു 1 ആണ്. എക്സ് റേസ് ടു 0 പവർ 0 ആണെങ്കിൽ അതിൻ്റെ ആൻസർ 1 ആണ്. ഫോർ എക്സാമ്പിൾ 5² ഡിവൈഡ് ബൈ 5² എന്നാണെന്ന് കരുതുക. അപ്പോൾ 5 ഇൻറ്റു 5 ഡിവൈഡ് ബൈ 5 ഇൻറ്റു 5 ഈക്വൽ ടു സിംപ്ലിഫൈ ചെയ്താൽ 1 ആയി. ഇവിടെ 1 ആയി. അപ്പോൾ ടോട്ടല് എല്ലാം ക്യാൻസൽ ആയപ്പോൾ ആൻസർ 1 കിട്ടി. എന്നാൽ 5 റേസ് ടു 2 - 2 ഈക്വൽ ടു 1 കിട്ടി. മീൻസ് 5 റേസ് ടു 0 ഈസ് ഈക്വൽ ടു 1. അപ്പോൾ ഏത് നമ്പർ ആയാലും ശരി, ഇനി 5 അല്ല 6 അല്ല ഏത് നമ്പർ എടുത്തു കഴിഞ്ഞാലും ഈ പവർ 0 ആണെങ്കിൽ ആൻസർ എപ്പോഴും 1 ആയിരിക്കും. Therefore, x raised to 0 is always equal to 1. X raised to 0 is always equal to 1. ഏത് നമ്പറിൻ്റെയും പവർ 0 ആണെങ്കിൽ 1 ആണെന്നുള്ള കാര്യം കൂടി ഓർമ്മിക്കുക. പിന്നെ പവർ 1 ആണെങ്കിൽ ആൻസർ സെയിം ആയിരിക്കും. ഫോർ എക്സാമ്പിൾ 5 റേസ് ടു 1 ഈസ് ഈക്വൽ ടു 5, 6 റേസ് ടു 1 ഈസ് ഈക്വൽ ടു 6, 100 റേസ് ടു 1 ഈസ് ഈക്വൽ ടു 100. അപ്പോൾ പവർ 1 ആണെങ്കിൽ അത് എപ്പോഴും സെയിം നമ്പർ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ 5 റേസ് ടു 3 ഡിവൈഡ് ബൈ 5 റേസ് ടു 2. അപ്പോൾ 5 ഇൻറ്റു 5 ഡിവൈഡ് ബൈ 5 ഇൻറ്റു 5. അപ്പോൾ ഈ 5 ക്യാൻസലായി. 5 ക്യാൻസലായി. അപ്പോൾ ഒരു 5 അവിടെ ബാക്കിയായി.
ആ 5 എന്ന് പറഞ്ഞാൽ ഇത് 5^3 ഡിവൈഡ് ബൈ 5^2 ഈക്വൽ ടു 5^3 - 1 ആണ്, 3 - 2 ആണ്, ഈക്വൽ ടു 5 കിട്ടി. അപ്പോൾ 5^1 ഈസ് ഈക്വൽ ടു 5, 5^1 ഈക്വൽ ടു 5. അതുകൊണ്ട് ഏത് നമ്പറിൻ്റെയും പവർ 1 ആണെങ്കിൽ അത് സെയിം നമ്പർ ആയിരിക്കും. പവർ 1 ആണെങ്കിൽ സെയിം നമ്പർ ആയിരിക്കും എന്ന് പറഞ്ഞാൽ x⁻1 ഈസ് ഓൾവേസ് ഈസ് ഈക്വൽ ടു എക്സ്, x⁻1 ഈസ് ഓൾവേസ് ഈസ് ഈക്വൽ ടു എക്സ്. അപ്പോൾ ഇത്രയാണ് പ്രധാനമായും കൃത്യംഗത്തിൽ നിയമങ്ങൾ വരുന്നത്. x⁻m ഇൻറ്റു x⁻n ഈസ് ഈക്വൽ ടു x⁻m പ്ലസ് n, x⁻m ഡിവൈഡ് ബൈ x⁻n ഈസ് ഈക്വൽ ടു x⁻m മൈനസ് n, x⁻m ഹോൾ റേഷ്യോ n ഈസ് ഈക്വൽ ടു x⁻mn, x ഇൻറ്റു y ഹോൾ റേഷ്യോ m ഈസ് ഈക്വൽ ടു x⁻m ഇൻറ്റു y⁻n, nth root of x is equal to x⁻1/n, x⁻m is equal to 1/x⁻m, x⁻0 is equal to 1, x⁻1 is equal to x. ഇത്രയും കൃത്യംഗ നിയമങ്ങൾ അല്ലെങ്കിൽ എക്സ്പോണൻഷ്യൽ റൂൾസ് നമ്മൾ സാധാരണ ഗണിതത്തിൽ ഉപയോഗിക്കാറുണ്ട്. മറ്റു കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ.